നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ബൈബിൾ വായിച്ചില്ല, യോഹന്നാന്റെ സുവിശേഷം വായിക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറേ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു സംശയം ചോദിക്കും. ആദിയിൽ വചനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വചനം ദൈവമാകുന്നു. അപ്പോൾ ദൈവമാണോ വചനമാണോ ആദ്യം ഉണ്ടായത്? വെരി ഗുഡ്. ആദ്യം വചനം ഉണ്ടായിരുന്നു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പൊതുവെ ബൈബിളിൻ്റെ അർത്ഥങ്ങൾ പല ഭാഗത്തായിട്ടാണ് വിന്യസിച്ച് കിടക്കുന്നത്. കാരണം ബൈബിൾ മൊത്തം വായിച്ചാലാണ് ബൈബിളിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് നമ്മൾ അത് മാത്രം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ സംശയങ്ങളുണ്ടാകും. വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അന്വേഷിച്ച് നോക്കുവിൻ, ഒന്നിലും ഇണയില്ലാതിരിക്കില്ല. ദൈവത്തിൻ്റെ വചനത്തിന് എന്തുണ്ട്? ഉത്തരം ഉണ്ട് ബൈബിളിൽ. അപ്പോൾ ആദ്യം വചനം ഉണ്ടായിരുന്നു. എന്താണ് വചനം എന്ന് നമ്മൾ ആദ്യം പഠിക്കുകയാണെങ്കിൽ മത്തായി സുവിശേഷം 4:4 വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അവിടെ യേശു ഇങ്ങനെ പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് കൂടി ജീവിക്കുന്നു എന്ന് പറയുന്നത്. വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെയാണ് വചനം എന്ന് പറയുന്നത്. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരണം. അപ്പോൾ വചനമല്ല, ആദ്യം ദൈവമാണ് ഉള്ളത്. അങ്ങനെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. യോഹന്നാൻ 1:14 വാക്യത്തിൽ വചനം ജഡമായി തീർന്നു. അപ്പോൾ നമ്മളൊക്കെ, ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ആദിയിലുണ്ടായിരുന്ന വചനം, ആ വചനമാണ് ജഡമെന്ന രീതിയിലാണ് നമ്മൾ പലരും കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ വചനം ജഡമായി തീർന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനം അത് നിവൃത്തിയായി എന്ന രീതിയിലാണ് 14-ാം വാക്യത്തിൽ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ വിഴിഞ്ഞം തുറമുഖമൊക്കെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം. അത് പണി തുടങ്ങാനായിട്ട് ആരംഭിച്ചത് അല്ലെങ്കിൽ പാസ്സാക്കിയത് 10-12 വർഷം മുമ്പ് അന്ന് മന്ത്രിസഭ തീരുമാനമെടുത്തതാണ് വിഴിഞ്ഞം തുറമുഖം പണിയണമെന്ന്. ആ എടുത്ത തീരുമാനം പൂർത്തീകരിച്ചതാണ് ഇപ്പോൾ ഈ ഉദ്ഘാടനം നടക്കാൻ കാരണം. അതുപോലെ ഇവിടെ ദൈവം ആദിയിൽ പറഞ്ഞ വാക്കാണ് അല്ലെങ്കിൽ വചനമാണ് ജഡമായി തീർന്നത് അല്ലെങ്കിൽ സംഭവിച്ചത്. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വചനം എന്ന് പറയും. ഇപ്പം രാജാക്കന്മാരുടെയൊക്കെയാണ് ഈ വായിൽ നിന്ന് വരുന്നതിന് നമ്മളെന്താ പറയുക? രാജാവ് ഉത്തരവായി അല്ലെങ്കിൽ തിരുവായി മൊഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ? ദൈവത്തിൻ്റെ വാക്കിനെ വചനം എന്ന് പറയും. അപ്പോൾ ഇവിടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. ക്രിസ്തുവിന് 4000 വർഷം മുമ്പ് ആദാമിൻ്റെ കാലഘട്ടത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം പറയുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ വരും എന്ന് ദൈവം പറഞ്ഞ വാക്കിനെയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് ദൈവം അവിടെ വീണ്ടും നമുക്ക് കാണാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. എന്താണ് അതിനർത്ഥം? അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം ഡയറക്റ്റ് പറഞ്ഞതാണ് ആ കാര്യം. പലപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകൾ, വചനങ്ങൾ ഭൂമിയിൽ മനുഷ്യർക്ക് ലഭിക്കുന്നത് ഇടയ്ക്ക് ഒരു ഇടനിലക്കാർ വഴിയാണ് ലഭിക്കുക. അതായത് അതിനെയാണ് പ്രവാചകന്മാരെന്ന് പറയും, അല്ലെങ്കിൽ ദൂതന്മാർ മുഖാന്തരം പ്രവാചകന്മാർക്ക് കൊടുക്കും. പ്രവാചകന്മാർ ജനത്തിന് എന്ത് ചെയ്യും? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം അത് അവന് കൊടുത്തു, അവൻ അത് ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയേറ്ററുകളുണ്ട്, അല്ലെങ്കിൽ സഹായകന്മാർ, അല്ലെങ്കിൽ അത് അറിയിക്കാനുള്ള ഇടനിലക്കാർ. എന്നാൽ ഇവിടെ പറയുന്നത് വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ദൈവം നേരിട്ട് സംസാരിച്ചതാണ്. ആരോട്?
ഏദൻ തോട്ടത്തിലെ ആദം, ഹവ്വ, സർപ്പം, ഇങ്ങനെ പാമ്പ്, ഇവരോട് ദൈവം നേരിട്ട് സംസാരിച്ചതുകൊണ്ടാണ് വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് പറഞ്ഞത്. 3, വചനം ദൈവമായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. വളരെ സിമ്പിളാണ്. ഇത് വചനത്തോടു കൂടെ ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ വചനം ദൈവമായിരുന്നു, അഥവാ ദൈവം പറഞ്ഞ വാക്ക് ദൈവത്തെ പോലെ തന്നെ അത് 100% എന്താണ്, മാറ്റമില്ലാത്തതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. വചനം ദൈവമായിരുന്നു. ദൈവത്തിൽ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. അപ്പോൾ ദൈവം നേരിട്ട് പറഞ്ഞു, ദൈവത്തെ പോലെ തന്നെ 100% വിശ്വസിക്കാവുന്ന വാക്കാണത്. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആദിയിൽ വചനത്തിന് മുമ്പ് ആരുണ്ട്? ദൈവമുണ്ട്. അത് 90-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വാക്കുകളെയാണ് വചനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ യോഹന്നാൻ സുവിശേഷത്തിലെ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ മനോഹരമായ ഒരു എഴുത്താണത്, വിശദീകരിച്ച് എഴുതുകയാണ്. അപ്പൊ 14-ാം വാക്യത്തിലേക്കാണ് 1-ാം വാക്യം വിരൽ ചൂണ്ടുന്നത്. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അത് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള വചനമായിരുന്നു. എന്ത്? സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരുമെന്ന്. അതാണ് ഇവിടെ 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു. അല്ലാതെ വചനം എന്ന് പറയുന്ന സംഭവമല്ല ജഡമായി തീർന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വചനമായിരുന്ന ദൈവം എന്നൊക്കെ ചിന്തിക്കും ആളുകൾ. ദൈവം പറഞ്ഞ വാക്ക് അവിടെ എന്ത് ചെയ്തു? കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി എന്ത് ചെയ്തു? ജനിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം വചനം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്താണ്? ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് അതിൻ്റെ അർത്ഥമുള്ളൂ. വചനം എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇടനിലക്കാരില്ലാതെ ദൈവം തന്നെ നേരിട്ട് പറഞ്ഞതാണ്. 3, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെ പൂർണ്ണത, അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സംഭവിക്കും. വചനം ദൈവമായിരുന്നു. ആ വചനം എന്ത് ചെയ്തു? ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ ഈ ജഡമായി തീരുന്നതിനും 1000കണക്കിന് വർഷം മുമ്പ്, അഥവാ 4000 വർഷം മുമ്പ് ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞ വചനമാണ് ഇവിടെ നിവൃത്തിയായത്. അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ പറഞ്ഞോ വായിൽ നിന്ന് വരുന്ന, ഉറക്കെ പറയണം, വരുന്ന വാക്ക്, അതിനെയാണ് വചനം എന്ന് പറയുന്നത്. അത് യേശു തന്നെ പറയുന്നത്. കാരണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ വായിൽ നിന്ന് വരുന്ന വാക്കിനല്ലേ വചനം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഇൻ ദ ബിഗിനിങ്, അതായത് പ്രപഞ്ചമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വചനം കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ആ വചനം പിന്നീട് ഇങ്ങനെ ഉരുണ്ടുകൂടി വന്നതാണ് ദൈവം എന്ന ഒരു ചിന്താഗതി പലപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചത്. ആദ്യം വചനം ഉണ്ടായിരുന്നു, അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ശബ്ദം മാത്രമായിരുന്നു. ആ ശബ്ദം പിന്നീട് എന്തായി? ദൈവമായി തീർന്നു എന്ന ഒരു ചിന്താഗതി ഉണ്ട്, ഇല്ലേ? അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് 90%. പക്ഷെ ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് 14-ാം വാക്യത്തിൽ ആ ജഡമായി തീർന്ന കാര്യം ദൈവം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, അത് ഓക്കെയാ? ഓക്കെ. ഇനിയുള്ള സംശയങ്ങൾ ഓരോന്നും എന്ത് ചെയ്യാമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് ചോദിക്കുക. അടുത്ത ഇതിൽ നമുക്കത് തീർക്കാം. ഓക്കെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.